കരൾ രോഗങ്ങളും ഹെപ്പറ്റൈറ്റിസും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ആരോഗ്യവേദിയിൽ നമ്മളോട് സംസാരിക്കുന്നു നീലേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഡോക്ടർ സോമസുന്ദരം. എൻ്റെ ആദ്യത്തെ ചോദ്യം കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ വരുന്ന എന്നാൽ ഗൗരവകരമായിട്ടുള്ള കരൾ രോഗ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ നല്ല ക്ഷീണമായിരിക്കും, മാത്രമായിരിക്കും ചിലപ്പോൾ രോഗിക്കുണ്ടാകും. ചിലപ്പോൾ രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഛർദിയോ മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ ക്ഷീണമോ കൂടുതലായിട്ട് ഉണ്ടാവുകയോ ചെയ്യാം. ചിലപ്പോൾ കരൾരോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് അബോധാവസ്ഥയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഈ പനി അല്ലെങ്കിൽ ഛർദി അല്ലെങ്കിൽ വയറുവേദന ഇതൊക്കെയാണ് പലപ്പോഴും ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണമായിട്ട് ഉണ്ടാവുന്നത്. ജീവിതശൈലി എത്രമാത്രം ഈ കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിലുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കരൾ രോഗത്തെ ബന്ധിപ്പിക്കുന്നത്? നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്ന് വെച്ചാൽ മദ്യപാനമില്ലാത്തവരിൽ കരൾ വീക്കം ഉണ്ടാവുക. അത് കൂടുതലായി തെറ്റായ ജീവിതശൈലി കൊണ്ടാണ്. വ്യായാമമില്ലായ്മ, ഇറച്ചി പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, ബേക്കറി പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും കുറവ് കഴിക്കുക, ഇതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും അത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ നിത്യേനയുള്ള വ്യായാമം വളരെ പ്രധാനമാണ്. വ്യായാമം എന്ന് പറയുന്ന സമയത്ത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ശരിക്കുള്ള ഗുണം ഉണ്ടാകുന്നുള്ളൂ. ഇനി പ്രധാനപ്പെട്ടൊരു കരൾ രോഗം എന്ന് പറയുന്നത് ഈ വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണല്ലോ. സർ, ഈ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ ആവാം, ബി ആവാം, സി ആവാം, ഡി ആവാം, ഇ ആവാം. ഇതിൽ വായുവിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നതും. അതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും കുട്ടികളിലും വലിയവരിലെല്ലാം ഉണ്ടാവാം. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ കുട്ടികൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കണ്ണിനുണ്ടാകുന്ന നിറവ്യത്യാസം, അതുപോലെ തന്നെ മൂത്രത്തിനുണ്ടാകുന്ന നിറവ്യത്യാസം, നല്ല ക്ഷീണം, അതുപോലെ തന്നെ ഛർദി ഉണ്ടാവാം. ഇതൊക്കെ പലപ്പോഴും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രധാന ലക്ഷണം തന്നെയാണ്. അതിൽ പലപ്പോഴും ഒരു രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ഒരു മാസം കഴിയുമ്പോഴായിരിക്കും ലക്ഷണങ്ങളോടെ രോഗി വരുന്നത്. അത് പലപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ഭക്ഷണത്തിലെ ഉണ്ടാകുന്ന ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗം, അങ്ങനെയാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും സാധാരണ ജലജന്യ രോഗമാണ്, അല്ല ഭക്ഷണത്തിലൂടെ പകരുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ ഭേദമാകാവുന്നതുമാണ്. പക്ഷേ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതും 1% പേരിൽ ചിലപ്പോൾ കരളിനെ ബാധിച്ച് കരൾ പരാജയത്തിലേക്കൊക്കെ നീങ്ങാവുന്നതാണ്. വളരെ അപൂർവമാണ്, പക്ഷേ അങ്ങനെയും സംഭവിക്കാവുന്നതാണ്. കരൾ രോഗത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. SGOT, SGPT എന്നിവ ഇത്തരം കരൾ പ്രവർത്തന ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. അത് പ്രകാരമാണ് നമ്മൾ ഏത് തരത്തിൽപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് തീരുമാനിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവമുള്ള ഏതാണ് സാർ? നമ്മൾ ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആണ് വളരെ ഗൗരവമായിട്ടുള്ളത്. അപ്പോൾ അതിലെ നിയന്ത്രണം അല്ലെങ്കിൽ അത് തടയലും വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കുത്തിവെപ്പുകൾ ഉണ്ട്. അത് കുഞ്ഞുങ്ങൾക്കായിട്ട് 1.5 മാസം മറ്റേ ഇഞ്ചക്ഷൻ്റെ കൂടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് 1.5 മാസം, 2.5 മാസം, 3.5 മാസം കൂടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെയായിട്ട്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകളിൽ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ആശുപത്രി വിടുന്നതിന് മുമ്പായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലാതിരിക്കാനുള്ള വാക്സിൻ കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ഇത് ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധത്തിലെ ഒരു നാഴികക്കല്ലാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകാൻ സാധ്യത, നീഡിൽ പ്രിക്ക് ഇഞ്ചുറിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾക്ക് ഉപയോഗിക്കുന്ന നീഡിൽ ഒരു രോഗിക്ക് മാത്രമേ ഉപയോഗിക്കാം, വേറെ ആൾക്ക് ആ നീഡിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഡയാലിസിസ് രോഗികളിൽ പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. സാർ, ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനുള്ള എല്ലാ ടെസ്റ്റുകളും എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ലഭ്യമാണോ? ആൻറ്റി HIV IgM എന്ന ടെസ്റ്റ് എല്ലാ സർക്കാർ ആശുപത്രിയിലും ലഭ്യമാണ്. മിക്ക ആശുപത്രികളും ഹെപ്പറ്റൈറ്റിസ് ബിയും സിക്കും വേണ്ടിയുള്ള HBS
AG എന്ന് പറയുന്ന ടെസ്റ്റും HbC-AG എന്ന് പറയുന്ന ടെസ്റ്റും ഉണ്ട്. പക്ഷേ നമ്മളിത് രോഗം കണ്ടെത്തി സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഫോളോ അപ്പ് വളരെ പ്രധാനമാണ്. കാരണം 6 മാസത്തിലധികം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്നാവും. അപ്പോൾ അതിൽ ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നവരിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുന്ന സമയത്ത് അവരിലെ കരൾ രോഗ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് AST ALT പരിശോധന വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഫോളോ അപ്പ് എന്ന് വെച്ചാൽ ഓരോ 3 മാസം കൂടുന്നേരവും ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ALT AST ലെവല് രക്തത്തിൽ നോർമലായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങൾ ഉള്ളവരിലും കുഴപ്പത്തിലേക്ക് ചാടിയിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ AST ALT ലെവൽ കൂടുക, പ്രത്യേകിച്ച് ALT ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രോഗിക്ക് വേണ്ട വിധത്തിലുള്ള ഗുണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ചികിത്സാ രീതികളിൽ അതിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മരുന്നുകൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ചികിത്സാ കാര്യത്തിൽ കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ ചികിത്സാ രീതികൾ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ചികിത്സാ കാര്യത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള രോഗികൾക്ക് നമുക്ക് സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. മുൻകാലത്ത് അതിനുള്ള ഫലപ്രദമായ മരുന്നുകളൊന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണക്കാരന് ഈ ലക്ഷണങ്ങളില്ലാതെ തന്നെ എത്ര ഒരു ഇടവേളയിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഇതിനെ കണ്ടുപിടിക്കാം? ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള രോഗികളുടെ വീട്ടിലുള്ളവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവരതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലൊരു ഹെപ്പറ്റൈറ്റിസ് ബി രോഗി ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള രോഗിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾ, കുടുംബാംഗങ്ങൾ, ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ വാക്സിൻ എടുക്കേണ്ടതുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബാധ ഇല്ലാതിരിക്കാനുള്ള വാക്സിൻ എടുക്കേണ്ടതുണ്ട്. സർ, ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളൊരു രോഗി അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ മാറ്റി നിർത്തിയാൽ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരുപയോഗിക്കുന്ന റേസർ ബ്ലേഡുകൾ അല്ലെങ്കിൽ മറ്റ് നീഡിൽ പ്രിക്ക് ഇഞ്ചുറിയോ മറ്റോ ഉണ്ടായല്ലേ, അത് മറ്റുള്ളവർക്ക് അവരുടെ രക്തത്തെ കലരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്തജന്യമായിട്ടുള്ള രോഗമാണ്, അത് പകരാമെന്നുള്ള ഒരു കാര്യം രോഗിക്കും മനസ്സിലാക്കിയിരിക്കണം, രോഗിയെ ശുശ്രൂഷിക്കുന്നവരും വളരെ മനസ്സിലാക്കിയിരിക്കണം. ഹെപ്പറ്റൈറ്റിസ് ബയോപ്സി ഇത് എല്ലാ കേസിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് സിയിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബയോപ്സി വേണ്ടി വരും. അപ്പോൾ അതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് അത് വയറിലെ നീഡിൽ ഇറക്കിയിട്ടുള്ളൊരു പരിശോധനാ രീതിയാണ്. അപ്പം രോഗിക്ക് കുറച്ചൊരു പ്രയാസമുള്ള രീതിയായി തോന്നുന്നത് കൊണ്ടാണ് എല്ലാ കേസിലും ചെയ്യാറില്ല. വളരെ അത്യാവശ്യമായിട്ടുള്ള കേസുകൾ മാത്രമാണ് ചെയ്യുന്നത്. സാർ, ഈ ഹെപ്പറ്റൈറ്റിസിനുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പം ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയിൽ വേണ്ടി വരുന്ന സിറോസിസിലാണ്. മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് സിയിലും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, പ്രൈമറി സ്ക്ലിറോസിസ് കൊളാഞ്ചൈറ്റിസ് അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾക്ക് ഭാഗമായിട്ടും ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജീവിതം സാധ്യമാണ്. ലൈഫ് സേവിങ് ആണ്, കോസ്റ്റ്ലിയാണ്. പലപ്പോഴും 20-25 ലക്ഷം വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ പറയുന്ന ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. പല നല്ല സർക്കാർ ആശുപത്രികളിലും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലൊക്കെ അതിനുള്ള സൗകര്യം ഏകദേശം ആയി വരുന്നുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ സാർ, ഇപ്പം പല തരത്തിലുള്ള പല നിറത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും രീതിയിൽ ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? കഴിക്കുന്ന പല സോഫ്റ്റ് ഡ്രിങ്ക്സിലും കണ്ടൻസ് ആയിട്ടുള്ളത് ഒന്നും ഗുണകരമായിട്ട് ഉള്ളതല്ല. അപ്പോൾ അത്തരം ഭക്ഷണ രീതി ഒഴികെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അല്ലാതെ ഈ കഴിക്കുന്നതിലൊക്കെ പലപ്പോഴും മറ്റ് പലതും അവർ ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലല്ലാതെ നമുക്ക് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കൂടുതൽ നല്ലത്. ഫ്രൂട്ട്സ് ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് തന്നെയാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗുണപ്രദമായ ഫ്രൂട്ട്സാണ് ആപ്പിള്, ഓറഞ്ച്, പേരക്ക, കക്കിരി, വെള്ളരി, അതുപോലെ തന്നെ ഇത്തരം ഫ്രൂട്ട്സുകൾ, മുന്തിരി, പഴം എല്ലാം തന്നെ. ബ്രോക്കോളിയൊക്കെ ഒന്നാം തരം ഐറ്റമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തൈര് കഴിക്കുന്നത്, ബദാം പരിപ്പ് കഴിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് തിരിയുക. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. പിന്നെ ഈ ഒരു നമ്മൾ
മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ഇതെല്ലാം തന്നെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ ദിനചര്യകൾ വളരെ പ്രധാനമാണ്. രോഗം നേരത്തെ കണ്ടെത്താനുള്ള ഒരു രീതി വളരെ പ്രധാനമാണ്. നമുക്കിങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട്, ഫിസിഷ്യനെ കണ്ട് പിന്നെ നമ്മൾ ചികിത്സ എടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഹെപ്പറ്റൈറ്റിസിലെ ഒരു പ്രധാന കാര്യം ആണ് അൺഎക്സ്പ്ലെയിൻഡ് ഫെറ്റീഗ് എന്ന് വെച്ചാൽ ഒരു രോഗകാരണമൊന്നുമില്ലാതെ ഒരു രോഗിക്ക് വളരെ ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹെപ്പറ്റൈറ്റിസ് ആവാം എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടാവും. സർ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് സംസാരിച്ചു, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ലിവർ സിറോസിസ്, ഇതൊക്കെ നമ്മൾ കേട്ടു പരിചിതമായിട്ടുള്ള കരൾ രോഗങ്ങളാണ്. ഇതല്ലാത്ത ഏതെങ്കിലും കരൾ രോഗങ്ങളുണ്ടോ? അപ്പോൾ ഇത് ലിവർ ക്യാൻസർ മദ്യപാനികളിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. മദ്യപാനിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയാത്തൊരു യാഥാർത്ഥ്യമാണ് അത് ക്യാൻസറായി തീരും എന്നുള്ളൊരു കാര്യം. ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും മദ്യപാനികളിൽ. ഇതിന് പുറമേ ആയിട്ട് പിത്താശയ ക്യാൻസർ ഉണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യമാണ് ഈ പ്രമേഹ രോഗികളിലാണ് പലപ്പോഴും കൂടുതൽ കണ്ടുവരാൻ സാധ്യതയാണ് പാൻക്രിയാസിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത്. പാൻക്രിയാസ് ക്യാൻസറും സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രധാന മേഖലയാണ് നമ്മുടെ പിത്താശയത്തിൻ്റെ മറ്റു രോഗങ്ങളും ഇപ്പോൾ പിത്താശയക്കല്ല്. ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് എല്ലാം ഈ പറയുന്ന കരൾ രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? കരൾ രോഗങ്ങൾ ഉണ്ടാവാം, പക്ഷേ അതെല്ലാം അപൂർവമാണ്. മറ്റ് പല രോഗങ്ങളിലും നമ്മൾക്ക് സ്കിന്നിൽ ചിലപ്പോൾ പ്രോബ്ലംസ് വരാറുണ്ട്. എന്തെങ്കിലും പാടുകളായിട്ടോ അല്ലെങ്കിൽ ചൊറി, അങ്ങനത്തെ പല രീതിയിലും ലക്ഷണങ്ങൾ സ്കിന്നിൽ കാണാറുണ്ട്. ഈ കരൾ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും സ്കിന്നിലെ ലക്ഷണങ്ങൾ വരാറുണ്ടോ? കയ്യിൽ റെഡ് ചോപ്പ് വരും. പിന്നെ എന്ന് വെച്ചാൽ പാമാർ എരിത്തീമ എന്ന് പറയും. ആ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഉണ്ടാവുന്നത് വയറിലുണ്ടാവുന്ന സ്പൈഡർ നേവി എന്ന് പറയുന്നത് ഇത് സിറോസിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ നേരത്തെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു സിറോസിസ് രോഗം ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിലുണ്ടാവുന്ന മാറ്റങ്ങളും കണ്ടെത്താൻ കഴിയും. ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. കരൾ രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് അത് പോർട്ടൽ ഹൈപ്പർടെൻഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വയറുവേദന വന്നിട്ട് SBP എന്ന് പറയുന്ന പെരിട്ടോണൈറ്റിസ് സ്ഥിതിയിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് കരളിൻ്റെ പ്രവർത്തനം കാര്യമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറഞ്ഞാൽ മെൽഡ് സ്കോർ അനുസരിച്ചാണ്. അപ്പോൾ 1-ാം ഘട്ടവും 2-ാം ഘട്ടമൊക്കെ വളരെ ചികിത്സിച്ച് രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ അത് 4-ാം ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പ്രയാസമാണ് രോഗിയുടെ അവസ്ഥ. വളരെ നേരത്തെ കണ്ടെത്തി അതിൻ്റെ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാന കാര്യം തന്നെയാണ്. ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടാവുന്ന പേഷ്യൻസിന് ആദ്യം വയറുവേദന ഉണ്ടാവാം, പിന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാവാം, പിന്നെ സംസാരിക്കാനുള്ള പ്രയാസം ഉണ്ടാവും, പിന്നെ രോഗി മെല്ലെ അബോധാവസ്ഥയിലേക്ക് പോവുകയും അങ്ങനെ കരൾ പരാജയം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സിറോസിസ് രോഗികളിലും കൂടുതലാണ്. അപ്പോൾ സിറോസിൻ്റെ കാരണം മദ്യപാനമാവാം, അല്ല മദ്യപാനം അല്ലാതെ മറ്റു അസുഖങ്ങളിലും ഉണ്ടാവാതിരിക്കും. സർ, അതുപോലെ തന്നെ ഇപ്പോൾ കരൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം വരുന്നൊരു ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിലെ മഞ്ഞ നിറമാണ്. അതെന്തുകൊണ്ടാണ് സർ അങ്ങനെ മഞ്ഞ നിറം? അത് അനീമിക് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? അത് ബിലിറൂബിൻ്റെ അളവ് കൂടുന്നതാണ്. ശരീരത്തിലെ ബിലിറൂബിൻ്റെ അളവ് 2.5 മില്ലിഗ്രാമിൽ അധികമാകുമ്പോഴാണ് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അത് അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിനും ഉണ്ട്, കോഞ്ചുഗേറ്റഡ് ബിലിറൂബിനും ഉണ്ട്. അപ്പം അത് ഇപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണം ദൂഷ്യം ഇപ്പോൾ രക്തത്തിലായിരിക്കാം, ചിലപ്പം കരളിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഏത് തരം കരൾ രോഗമാണെന്ന് നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളിസ്റ്റാൻറ്റിക് ജോണ്ടിസ് ആയിരിക്കാം, ഹീമോലൈറ്റിക് ജോണ്ടിസ് ആയിരിക്കാം. അപ്പോൾ അത് ഏത് തരം കരൾ രോഗമാണെന്ന് ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ അതിൽ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല ക്യാൻസറിലും മറ്റ് പ്രധാനപ്പെട്ട ഈ പല രോഗങ്ങളുടെ ഒരു രോഗലക്ഷണം മാത്രമാണ്, അല്ലാതെ ഒരു രോഗ ഡയഗ്നോസിസ് അല്ല മഞ്ഞപ്പിത്തം എന്ന്. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ നമ്മുടെ പ്രേക്ഷകരോടായിട്ട്, എന്താണ് ഒരു കരൾ രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കരൾ രോഗം വന്ന ഒരു വ്യക്തിയോട് പറയാനുള്ളത്? ഭക്ഷണം, പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം വളരെ പ്രധാനമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കാം നമ്മൾ കുടിക്കാൻ വേണ്ടി.
പിന്നെ എല്ലാവരും തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് COPD രോഗമുള്ളവർ, പ്രമേഹമുള്ളവർ, അതുപോലെ തന്നെ ഡയാലൈസിസ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. പിന്നെ കുഞ്ഞുങ്ങളിലെ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷനെ പറ്റിയും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ രോഗലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കണ്ടെത്താനുള്ള സൗകര്യം, വളരെ ലളിതമായിട്ടുള്ള സൗകര്യം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഈ എലിപ്പനി വന്നു കഴിഞ്ഞാലും കരളിനെ ബാധിക്കാറുണ്ടല്ലോ, അത് എങ്ങനെയാണ്? എലിപ്പനി രോഗം 10-1 പേർക്ക് സങ്കീർണതകൾ ഉണ്ടാകുന്നുണ്ട്. അത് ശ്വാസകോശത്തെ ബാധിച്ചിട്ട് ശ്വാസകോശ പരാജയം ഉണ്ടാവാം, അത് കരളിനെ ബാധിച്ച് കരൾ പരാജയം ഉണ്ടാവാം. അത്തരം രോഗികളിൽ ഡയാലൈസിസ് വേണ്ടി വരും. ആ ഡയാലൈസിസ് നേരത്തെ തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വൃക്കയെ ബാധിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അത് കരളിനെയും ബാധിക്കാവുന്നതാണ്, കരൾ പരാജയത്തിനും കാരണമാകുന്നതാണ്. നേരത്തെ കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. അപ്പോൾ എലിപ്പനി രോഗത്തിൽ ചെയ്യുന്നത് ലെപ്റ്റോസ്പൈറൽ ആൻറ്റിബോഡി ടെസ്റ്റാണ് ചെയ്യുന്നത്. സാധാരണ എലിപ്പനി രോഗമുള്ള രോഗികളിൽ പനിയോടൊപ്പം സന്ധിവേദന ഉണ്ടാവാം, ചിലപ്പോൾ പേശീവേദന ഉണ്ടാവാം. ഈ ഇത്തരം എലിപ്പനി രോഗികളിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈൽ സാൾട്ട്, ബൈൽ പിഗ്മെൻറ്റ് എന്നിവ പോസിറ്റീവായിരിക്കും. സങ്കീർണതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സങ്കീർണത ഉണ്ടെങ്കിൽ നേരത്തെ വേണ്ട ചികിത്സകൾ എടുക്കുകയും വേണം. വളരെ നന്ദി സർ, ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയധികം ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ.